ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കുംഭമേളയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. നിങ്ങളെല്ലാവരും തന്നെ കുംഭമേളയെ പറ്റിയിട്ടുള്ള വാർത്തകളൊക്കെ ന്യൂസ് ചാനലുകളിലൊക്കെ കണ്ടു കാണും. നമുക്ക് കുംഭമേളയെ പറ്റി ഒന്ന് ആമുഖമായി പറഞ്ഞു പോകാം. ആദ്യമായിട്ട് എന്താണ് കുംഭമേള? എന്താണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം? അത് നമുക്ക് ആദ്യം നോക്കാം. പാലാഴി മഥന സമയത്ത് അമൃതകുംഭത്തിന് വേണ്ടി ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകുന്നു. ആ യുദ്ധസമയത്ത് അമൃതകുംഭം അസുരന്മാർ കൈക്കലാക്കാതിരിക്കുന്നതിനായിട്ട് ഗരുഡ ഭഗവാൻ അമൃതകുംഭവുമായി പറന്നു. എന്നിട്ട് 4 തീർത്ഥഘട്ടങ്ങളിൽ ഗരുഡ ഭഗവാൻ അമൃതകുംഭവുമായി വിശ്രമിച്ചു. ആ 4 തീർത്ഥഘട്ടങ്ങളിലും അസുരന്മാർക്ക് പ്രവേശനം നിഷിദ്ധമായിരുന്നു. ആ 4 തീർത്ഥഘട്ടങ്ങളിലും അമൃതിൻ്റെ തുള്ളികൾ വീണു എന്നാണ് വിശ്വസിക്കുന്നത്. 12 ദേവദിവസങ്ങളാണ് ഈ യുദ്ധം നീണ്ടുനിന്നത്. ദേവന്മാരുടെ ഒരു ദിവസമെന്ന് പറയുന്നത് മനുഷ്യരുടെ 12 വർഷമാണ്. ഇനി നമുക്ക് കുംഭമേള ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നടക്കുന്നതെന്ന് നോക്കാം. പ്രയാഗ്രാജ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിൻ എന്നീ 4 സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. ഈ 4 സ്ഥലങ്ങളിലും 12 വർഷം കൂടുമ്പോൾ കുംഭമേള നടക്കാറുണ്ട്. ഈ 4 സ്ഥലങ്ങളിലും 12 വർഷം കൂടുമ്പോൾ ഒരേ സമയത്തല്ല കുംഭമേള നടക്കുന്നത്. വ്യത്യസ്ത സമയങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. അതുകൊണ്ടാണ് ഏകദേശം ഒരു 3-4 വർഷം കൂടുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുംഭമേളയാണ് എന്ന് കേൾക്കുന്നത്. അതല്ലാതെ കൃത്യമായി ആ 12 വർഷമാകുമ്പോൾ ഈ 4 സ്ഥലങ്ങളിലും ഒരേപോലെ നടക്കുന്നില്ല. ഇനി അർദ്ധ കുംഭമേളയുണ്ട്. അതായത് 6 വർഷം കൂടുമ്പോൾ കുംഭമേള നടക്കും. അത് ഹരിദ്വാറിലും പ്രയാഗ്രാജിലുമാണ്. ഇതുകൂടാതെ എല്ലാ വർഷവും മാഘമാസത്തിൽ പ്രയാഗ്രാജിൽ മാഘമേള നടക്കാറുണ്ട്. മാഘമാസം മുഴുവൻ ഒരു മാസം അവിടെ ഒരു മേള നടക്കാറുണ്ട്. ആ മേളയിൽ സന്യാസിമാർ പങ്കെടുക്കാറില്ല, ഗൃഹസ്ഥരാണ് പങ്കെടുക്കുന്നത്. ആ ഒരു മാസം അവരവിടെ സ്നാനം ചെയ്ത് പുണ്യ പുരാണങ്ങളൊക്കെ വായിച്ച് പൂജകൾ ചെയ്ത് കഴിച്ചുകൂട്ടും. അത് വളരെ വിശേഷമാണ്. ഗൃഹസ്ഥാശ്രമികളെ സംബന്ധിച്ചിടത്തോളം അവരാ സമയം ബ്രഹ്മചര്യം പാലിച്ചുകൊണ്ട് ഈ വിധത്തിലുള്ള പൂജകളൊക്കെ ചെയ്യുന്നത് വളരെയധികം ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. ഒരു കൽപ്പം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാണ്. ആ ഒരു മാസം നമ്മൾ വ്രതശുദ്ധിയോടുകൂടി അവിടെ സ്നാനം ചെയ്ത് പൂജകൾ ചെയ്ത് ഇരുന്നു കഴിഞ്ഞാൽ ഒരു കൽപ്പം തപസ് ചെയ്തതിൻ്റെ ഫലമാണ് ലഭിക്കുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. കുംഭമേളയിലെ പ്രധാനപ്പെട്ട ഒരു ആചാരമെന്ന് പറയുന്നത് സ്നാനം തന്നെയാണ്. പ്രധാനപ്പെട്ട ചില ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ ഭയങ്കരമായ തിരക്കായിരിക്കും അനുഭവപ്പെടുന്നത്. പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് മകരസംക്രാന്തി, അമാവാസി, വസന്തപഞ്ചമി, പൗർണമി, മഹാശിവരാത്രി. ഈ ദിവസങ്ങളിൽ വലിയ വിശേഷമാണ്. ഈ ദിവസങ്ങളിൽ തീർത്ഥഘട്ടങ്ങളിൽ സ്നാനം ചെയ്യുന്നത് വളരെ പുണ്യകരമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഭാരതത്തിലെ എല്ലാ പരമ്പരയിലും പെട്ട സന്യാസിമാരെല്ലാവരും തന്നെ കുംഭമേളയിൽ സ്നാനം ചെയ്യാനായി എത്താറുണ്ട്. സന്യാസിമാരുടെ കൂടെ സാധാരണ ജനങ്ങളും സ്നാനം ചെയ്ത് അവരുടെ പാപങ്ങളെല്ലാം ആ പുണ്യതീർത്ഥങ്ങളിൽ ഒഴുക്കിക്കളയുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഈ സമയങ്ങളിൽ ദേവന്മാരും അതുപോലെ സപ്തർഷികളും യക്ഷന്മാരും കിന്നരന്മാരും ഗന്ധർവന്മാരും ഒക്കെ തന്നെ സ്നാനം ചെയ്യാൻ ഈ പുണ്യതീർത്ഥങ്ങളിൽ എത്തുന്നു എന്നും വിശ്വസിക്കുന്നു. ഇനി ഇത്തവണത്തെ കുംഭമേളയുടെ പ്രത്യേകത, 12 പൂർണ്ണ കുംഭമേളയ്ക്ക് ശേഷം വരുന്ന കുംഭമേളയാണ് മഹാകുംഭമേള. അതായത് 144 വർഷങ്ങൾക്ക് ശേഷം വരുന്ന കുംഭമേളയാണ് മഹാകുംഭമേള. 12 പൂർണ്ണ കുംഭമേളയ്ക്ക് ശേഷം
അങ്ങനെ 12 പൂർണ്ണ കുംഭമേളയ്ക്ക് ശേഷം വന്ന മഹാകുംഭമേളയാണ് ഈ 2025 ഇപ്പോൾ പ്രയാഗ്രാജിൽ നടക്കുന്നത്. പ്രയാഗ്രാജിലാണ് മഹാകുംഭമേള നടക്കുന്നത്. പ്രയാഗ്രാജിൽ മാത്രമേ മഹാകുംഭമേള നടക്കാറുള്ളൂ. അങ്ങനെയുള്ള വളരെ വിശേഷപ്പെട്ട കുംഭമേളയാണ് ഇപ്പോൾ നടക്കുന്നത്. തീർത്ഥങ്ങളിലെ രാജാവാണ് പ്രയാഗ്രാജ്. അതായത് ത്രിവേണി സംഗമമാണ് പ്രയാഗ്രാജിലുള്ളത്. പ്രയാഗ് എന്ന് വെച്ചാൽ തന്നെ 3 പുണ്യനദികളുടെ സംഗമം എന്നാണ് അർത്ഥം. ആ തീർത്ഥങ്ങളിലെ രാജാവ്, അതുകൊണ്ടാണ് പ്രയാഗ്രാജ് എന്ന് പറയുന്നത്. തീർത്ഥങ്ങളുടെ രാജാവായ തീർത്ഥരാജാവായ പ്രയാഗ്രാജിൽ 3 പുണ്യനദികളുടെ സംഗമമാണ് ഉള്ളത്. ത്രിവേണി സംഗമം, ഗംഗാനദി, യമുനാ നദി, സരസ്വതി നദി. ഈ 3 പുണ്യനദികളുടെയും സംഗമ സ്ഥാനത്താണ് കുംഭമേള നടക്കുന്നത്. ഹരിദ്വാറിൽ ഗംഗാനദിയിലാണ് തീർത്ഥഘട്ടമുള്ളത്. അതുപോലെ നാസിക്കിൽ ഗോദാവരിയിലും ഉജ്ജയിനിയിൽ ക്ഷിപ്രയിലുമാണ് ഉള്ളത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ കുംഭമേളയെ പറ്റി അറിയാനുള്ളത്. അഖാഡകൾ എന്നറിയപ്പെടുന്ന നാഗസന്യാസിമാരാണ് കുംഭമേളയ്ക്ക് നേതൃത്വം നൽകുന്നത്. വളരെയധികം പുണ്യകരമാണ് കുംഭമേളയിൽ പങ്കെടുക്കുന്നത്. പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നത് തന്നെ മഹാഭാഗ്യമാണ്. അതുകൊണ്ട് ഈ പ്രത്യേക ദിവസങ്ങളിലുള്ള സ്നാനത്തിന് വളരെയധികം ഫലസിദ്ധി കൈവരും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് കുംഭമേള ലോകത്തിലെ തന്നെ ഒരു വലിയ മേളയായി മാറുന്നത്. ഈ സമയത്താണ് ഈ ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സന്യാസിമാർ പരസ്പരം കണ്ടുമുട്ടുകയും ആശയവിനിമയം ചെയ്യുന്നതുമൊക്കെ ഈ കുംഭമേള സമയത്താണ്. ഒരുപാട് സന്യാസി സമൂഹങ്ങളുണ്ട്. ഇവർക്ക് പരസ്പരം കാണാൻ പലപ്പോഴും സാധിക്കാറില്ല. ഈ കുംഭമേള സമയത്താണ് ഇവർ പരസ്പരം കാണുന്നത്. രാജ്യത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിലും സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഇവർ ആശയവിനിമയം നടത്തുന്നതുമൊക്കെ ഈ സമയത്താണ്. ചിലപ്പോൾ ചില ആളുകൾ ഗുരുവിൽ നിന്നും സന്യാസം സ്വീകരിച്ചതിന് ശേഷം വേറെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാറി അവിടെയായിരിക്കും അവരുടെ പ്രവൃത്തി മണ്ഡലം ചെയ്യുന്നത്. അപ്പോൾ ഗുരുവും ശിഷ്യനുമൊക്കെ ചിലപ്പം വളരെ കാലങ്ങൾക്ക് ശേഷം ആയിരിക്കും ഈ കുംഭമേള സമയത്ത് കണ്ടുമുട്ടുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു മഹത്തായ കൂടിച്ചേരലുകളുടെയും ഒരു ആഘോഷമാണ്, അങ്ങനെയുള്ളൊരു ദിവസമാണ് കുംഭമേള. ഈ സമയത്ത് ഇവരെല്ലാവരും തമ്മിൽ കാണുകയും പരസ്പരം ആശയവിനിമയം നടത്തുകയും എന്തൊക്കെയാണോ രാജ്യത്തിന് ക്ഷേമകരമായി ചെയ്യേണ്ടത് അതിനെപ്പറ്റിയൊക്കെ കൂടിയാലോചനകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു മഹത്തായ ഒരു മേളയാണ് കുംഭമേള എന്ന് പറയുന്നത്. അതല്ലാതെ എല്ലാവരും വന്ന് ആ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് പോവുക മാത്രമല്ല അവിടെ നടക്കുന്നത്. അഖാഡ സന്യാസിമാരൊക്കെ അവരുടെ ഒരു നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നത് പോലും ഈ സമയത്താണ് എന്ന് കേട്ടിട്ടുണ്ട്. വ്യക്തമായിട്ട് അറിയില്ല, പറഞ്ഞു കേട്ട അറിവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടി വിയിൽ കാണുന്ന ആ ഒരു കാര്യം മാത്രമല്ല ഈ കുംഭമേളയിൽ കൂടി നടക്കുന്നത്. ഭാരത സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് കുംഭമേളയ്ക്കായി ചിലവാക്കുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കും ഇത്രയും കോടി രൂപ ഈ ഒരു മേളയ്ക്ക് മാത്രമായി ചിലവാക്കുന്നു എന്ന് വിചാരിക്കും. പക്ഷേ ചിലവാക്കുന്നതിൻ്റെ 10 ഇരട്ടി തുകയാണ് ഓരോ കുംഭമേളയും കഴിയുമ്പോൾ ഗവൺമെൻറ്റിന് തിരിച്ചു ലഭിക്കുന്നത്. കാരണം ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ മേളയാണ്. ഫെബ്രുവരി 26 വരെയുണ്ട് മഹാകുംഭമേള. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ ഇത്രയും ജനം അവിടെ എത്തുകയാണ്. ഏകദേശം ഒരു 50 കോടി ജനമൊക്കെ എത്തുമെന്നാണ് വിശ്വസിക്കുന്നത്. അത്രയും ജനം അവിടെ വരുമ്പോൾ അത്രയും ചെറുകിട കച്ചവടക്കാർക്ക് തൊഴിൽ ലഭിക്കുന്നു, അവരുടെ കച്ചവടങ്ങൾ വർദ്ധിക്കുന്നു. അതുപോലെ താമസ സൗകര്യങ്ങൾ, മറ്റൊരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഗവൺമെൻറ്റിന് വരുമാനം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് ഇത്രയും തുക ചിലവാക്കിയാൽ പോലും അതിൻ്റെ 10 ഇരട്ടി തുക തിരിച്ച് ഗവൺമെൻറ്റിന് തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം വലിയ ഒരു മേള തന്നെയാണ് ഈ കുംഭമേള. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു കുംഭമേളയിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിക്കണമേ എന്ന് ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഇത്രയൊക്കെയാണ് ആമുഖമായി അറിയാനുള്ളത്. ഇത്രയൊക്കെ എനിക്കും അറിയത്തുള്ളൂ. നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻ്റ് ഇടുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.
ഹരേ കൃഷ്ണ.